അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ പാലിക്കേണ്ട മര്യാദകൾ, അവിടെ ചെല്ലേണ്ട ദിക്റുകൾ, ദുആകൾ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമസ്കാരത്തെ പറ്റിയിട്ടാണ്. നമസ്കാരം ശരിയാകണമെങ്കിൽ അതിനു മുമ്പിലുള്ള ഷർത്തുകൾ പാലിക്കണം. അപ്പോൾ ഏതൊക്കെയാണ് ആ ഷർത്തുകൾ, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ പാഠത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് നമസ്കാരത്തെ പറ്റിയിട്ട് ഖുർആനിൽ വന്നിട്ടുള്ള ഒരു ആയത്താണ്. ഏതാണ് ആയത്ത്? നിങ്ങൾ നമസ്കാരത്തെ നിർവഹിക്കുവിൻ. കാരണം നമസ്കാരം എന്ന് പറയുന്നത് മുഅ്മിനീങ്ങളുടെ മേൽ സമയബന്ധിതമായിട്ട് നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സമയത്തും ഇന്ന നമസ്കാരങ്ങൾ നിർബന്ധമായിട്ടും അനുഷ്ഠിക്കേണ്ടതാണ്. അങ്ങനത്തെ രീതിയിൽ നമസ്കാരത്തെ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഹദീസ് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കുകൾക്കാണ് ഹദീസ് എന്ന് പറയുന്നത്. മസലു സ്വലാത്തിൽ ഖംസി, 5 നേരത്തെ നമസ്കാരത്തിന്റെ ഉപമ എന്ന് പറയുന്നത് കമസലി നഹരിൻ ജാരിൻ അലാ ബാബി അഹദിക്കും യഗ്തസിലു മിൻഹു കുല്ല യൗമിൻ 5 മറാത്ത്. നിങ്ങളുടെ വീടിന്റെ ഉമ്മറത്തൊരു ഒരു നദിയുണ്ട്. ആ നദി നിങ്ങളുടെ വീട്ടിലെ വാതിലിനെ 5 നേരം ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കും. അപ്പൊ പിന്നെ ആ വീട്ടിലെ ആ വാതിലിൽ എന്തുണ്ടാവില്ല? ചെളി ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് നമസ്കാരം എന്ന് പറയുന്നത്. നമ്മൾ 5 ദിവസത്തിൽ 5 നേരം നമസ്കരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള തെറ്റുകള് അതൊക്കെ ആ നമസ്കാരം കൊണ്ട് മാറിക്കിട്ടും. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. ഇനി അടുത്തത് എന്താണ് നമസ്കാരം? ഡെഫിനിഷൻ ഓഫ് ദി prayer. എന്താണ് നമസ്കാരം? നമസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. തക്ബീർ കൊണ്ട് തുടങ്ങുകയും സലാം കൊണ്ട് അവസാനിക്കുകയും ചെയ്യുന്ന ചില പ്രത്യേക വാക്കുകൾക്കും പ്രവൃത്തികൾക്കുമാണ് നമസ്കാരം എന്ന് പറയുന്നത്. അത് പഠിച്ചു വെക്കണം. പിന്നീട് എന്താണ്? ആർക്കാണ് നമസ്കാരം നിർബന്ധമുള്ളത്? പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള, ഇതിൽ നിന്ന് ഹൈലിൽ നിന്നും നിഫാസിൽ നിന്നും ശുദ്ധിയുള്ള എല്ലാവർക്കും എന്താണ്? നമസ്കാരം നിർബന്ധമാണ്. അപ്പോൾ എന്തൊക്കെ വേണം? പ്രായപൂർത്തിയാണ്. പ്രായപൂർത്തി എന്താണ് നമ്മൾ പറയും? ബുദ്ധി ഉണ്ടാകണം, അതുപോലെ തന്നെ ശുദ്ധി ഉണ്ടാകണം. അങ്ങനത്തെ എല്ലാവർക്കും എന്താണ്? നമസ്കാരം നിർബന്ധമാണ്. നമസ്കാരത്തെ നിഷേധിക്കുന്ന ആള് കാഫിറാകും. ഏതാണ്? മനഃപൂർവ്വം ഒഴിവാക്കുന്ന ആള് ഫാസിഖാവുകയും ചെയ്യും. മനഃപൂർവ്വമല്ലാതെ. ഇനി അടുത്തത് കുട്ടികളുടെ രക്ഷിതാക്കൾക്ക്, അതുപോലെ തന്നെ കുട്ടികളുടെ മേലിൽ നമസ്കാരത്തെ എപ്പോഴാണ് നിർബന്ധമാകുന്നത്? നമസ്കാരത്തിന്റെ മേലിൽ അവർക്കുള്ള നിർബന്ധ ബാധ്യത എന്തൊക്കെയാണ്? രക്ഷിതാക്കൾ 7ാമത്തെ വയസ്സ് മുതൽ കുട്ടികളെ നമസ്കരിക്കാൻ കൽപ്പിക്കണം. ഒരു രക്ഷിതാവിന്റെ അടുത്ത് ഒരു 7 വയസ്സായിട്ടുള്ള ഒരു കുട്ടി ഉണ്ടെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് 7 വയസ്സായത് മുതൽ ആ രക്ഷിതാവിന്റെ ബാധ്യതയാണ് എന്ത്? ആ കുട്ടിനോട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കേണ്ടത്. അങ്ങനെ 10 വയസ്സായിട്ടും കുട്ടി നമസ്കരിക്കുന്നില്ല എങ്കിൽ രക്ഷിതാവിനെ ആ കുട്ടിയെ അടിച്ചുകൊണ്ട് നമസ്കരിക്കണം. അങ്ങനെ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, വെറുതെ കൈ ഉപയോഗിച്ചിട്ട് മാത്രമേ കുട്ടിയെ അടിക്കാൻ പറ്റൂ. വടിയൊന്നും ഉപയോഗിച്ചിട്ട് കുട്ടിയെ അടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് രക്ഷിതാവിന്റെ മേലിൽ കുട്ടിയെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ട് വരുന്നത്. ഇത് നമുക്ക് പറയേണ്ടത് നമസ്കാരത്തിന്റെ ഷർത്തുകളെ പറ്റിയിട്ടാണ്. നമസ്കാരത്തിന്റെ ഷർത്തുകൾ 6 അപ്പോൾ എന്താണ് ഷർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യം ശരിയാകുന്നതിന് അതിന് പുറത്തുള്ള കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ട് വരും. ഇതിനാണ് എന്ത് പറയാ? ഷർത്ത് എന്ന് പറയുന്നത്. നമ്മളെ ഉദാഹരണത്തിന് നമസ്കാരം എടുക്കാം. നമസ്കാരത്തിൽ നമ്മൾ പറഞ്ഞു എന്താണ് നമസ്കാരം? തക്ബീർ കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ചില പ്രത്യേക വാക്കുകളും പ്രവൃത്തികളുമാണെന്ന് പറഞ്ഞു. അപ്പൊ നമസ്കാരം തുടങ്ങുന്നത് എവിടെ വെച്ചിട്ടാണ്? തക്ബീർ കൊണ്ടാണ്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഉളൂ എടുക്കുന്നില്ലേ? നമ്മൾ കൃത്യമായിട്ടുള്ള വസ്ത്രം ധരിക്കുന്നില്ലേ? ഇതിനൊക്കെയാണ് എന്ത് പറയാ? നമസ്കാരത്തിന്റെ ഷർത്ത് എന്ന് പറയുക. അപ്പൊ അതിൽ നമസ്കാരത്തിന്റെ ഷർത്തിൽ പെട്ടതാണ് 6 ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകണം. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്നതിന് വേണ്ടിയിട്ട് ഒളുവാണ് എടുക്കേണ്ടത്. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്നതിന് വേണ്ടിയിട്ട് കുളി നിർബന്ധമായിട്ട് വരും. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ, നമസ്കരിക്കുന്ന സ്ഥലവും വസ്ത്രവും ശരീരവും ശുദ്ധിയായിരിക്കേണ്ടതാണ്. നമസ്കരിക്കുന്ന ആളുടെ ശരീരം ശുദ്ധിയായിരിക്കണം, വസ്ത്രം ശുദ്ധിയായിരിക്കണം, നമസ്കരിക്കാനുള്ള സ്ഥലവും ശുദ്ധിയായിരിക്കണം. ഇനി എന്താണ് അടുത്തത്? ഔറത്ത് മറക്കണം. തൊലിയുടെ നിറം കാണാത്ത രീതിയിലുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഔറത്ത് മറക്കേണ്ടത്. ഇനി 4ാമത്തേതായിട്ട് വരുന്നത് ഖിബിലക്ക് മുന്നിട്ട്
നമസ്കരിക്കണം. ഖിബിലക്ക് നേരെ നിന്നിട്ടാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്. അതുപോലെ അഞ്ചാമത്തേതാണ് എന്ത്? സമയമായി എന്ന് അറിയണം. ഓരോ വക്തിനുള്ള സമയമായിട്ടുണ്ട് എന്നാക്ക് എന്ത് വേണം? അറിവ് കിട്ടണം. ഇനി ആറാമത്തേതാണ് എന്ത്? നിയ്യത്ത് വെക്കണം. നമസ്കരിക്കുന്നു എന്ന് ഏത് നമസ്കാരമാണോ, ഫർദാണെങ്കിൽ ഫർദ്, വാജിബാണെങ്കിൽ വാജിബ്, നമസ്കരിക്കുന്നു എന്നുള്ള രീതിയിൽ അള്ളാഹു തആലക്ക് വേണ്ടി നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കണം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഔറത്ത് മറക്കുന്നതിനെ പറ്റിയിട്ടാണ്. ഏതാണ് ഔറത്ത് എന്ന് പറയുന്നത്? പുരുഷന്മാരുടെ ഔറത്തായിട്ട് വരുന്നത് മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ഭാഗമാണ് ഔറത്തായിട്ട് വരുന്നത്. പൊക്കിളിന്റെയും മുട്ടിന്റെയും ഇടയിലുള്ള ഭാഗം. അപ്പൊ ഇതിൽ ഈ പൊക്കിള് എന്ന് പറയുന്നത് ഔറത്തിൽ പെടുവോ? ഈ പൊക്കിള് ഔറത്തിൽ പെടൂല. പൊക്കിള് കണ്ടാലും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ എന്താണ്? മുട്ടിന്റെ അവസാനം വരെ മറക്കല് നിർബന്ധമാണ്. അപ്പം മുട്ടിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ നമസ്കാരം ശരിയാവില്ല. ഇനി സ്ത്രീയുടെ ഔറത്ത് വരുന്നത് എന്താണ്? മുഖവും മുൻകൈയും രണ്ട് പാദങ്ങളും വെച്ച് ബാക്കി ശരീരം മുഴുവനും എന്താണ്? സ്ത്രീയുടെ ഔറത്താണ്. ബാക്കി മുഴുവൻ മറച്ചിട്ടാണ് സ്ത്രീകൾ നമസ്കരിക്കേണ്ടത്. പുരുഷന്മാര് മുട്ടിന്റെയും പൊക്കിളിന്റെയും ഇടയിലുള്ള മുഴുവൻ ഭാഗവും മറച്ചിട്ടാണ് നമസ്കരിക്കേണ്ടത്. ഇനി നമ്മൾ പറയുന്നത് ഖിബിലക്ക് മുന്നിടൽ നമസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ട ഒന്നാണ്. ഇനി അതിന്റെ കുറച്ച് എക്സെപ്ഷൻസുകളാണ് പറയാനുള്ളത്. നമസ്കരിക്കുന്ന സമയത്ത് ഖിബിലയിലേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കാൻ സാധിക്കുന്ന ആള് എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നമസ്കരിക്കേണ്ടത്. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ എന്താണ്? നമുക്ക് യുദ്ധത്തിന്റെ സമയത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പേടിച്ച് ഭയന്ന് ഓടുന്ന സമയത്തോ അങ്ങനെ ഏതെങ്കിലും ഒരു സമയത്താണ് നമ്മൾ നമസ്കരിക്കുന്നത് എങ്കിൽ നമുക്ക് ഖിബിലയിലേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് സാധ്യമായിട്ടുള്ള സ്ഥലത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് നമസ്കരിക്കാവുന്നതാണ്. ഇനി നമ്മൾ പറയുന്നത് നമസ്കാരത്തിന്റെ നിയ്യത്താണ്. നമ്മൾ പറഞ്ഞു നമസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ട ആറാമത്തേതാണ് നിയ്യത്ത് വരുന്നത്. അപ്പൊ എന്താണ് നിയ്യത്ത് എന്ന് പറയുന്നത്? ഏത് നമസ്കാരമാണ് നമസ്കരിക്കുന്നത് എന്ന് വ്യക്തമാക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ ളുഹറാണ് നമസ്കരിക്കുന്നത്. ളുഹർ ഫർദ് നമസ്കാരമാണ്. അല്ലാഹു തആലക്ക് വേണ്ടി ളുഹർ എന്ന ഫർദ് നമസ്കാരം ഞാൻ നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. ഇനി എന്ത് ചെയ്യണം? ഇനി വാജിബാണ്. വാജിബ് നമസ്കാരങ്ങളുണ്ട്. ഏതൊക്കെയാണ്? നമ്മുടെ പെരുന്നാൾ നമസ്കാരം, നമ്മളെ വിത്തർ നമസ്കാരം, ഇതൊക്കെ വാജിബായിട്ടുള്ള നമസ്കാരങ്ങളാണ്. അപ്പോൾ വാജിബാണോ ഫർളാണോ എന്ന് നമ്മൾ വ്യക്തമാക്കേണ്ടതാണ്. ഇനി നമുക്ക് സുന്നത്ത് നമസ്കാരങ്ങൾ ഉണ്ടാവും. ഫർദ് നമസ്കാരത്തിന് പുറമേ നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾക്കാണ് സുന്നത്ത് നമസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ സുന്നത്ത് നമസ്കാരമാണ് എങ്കിൽ നമസ്കരിക്കുന്നു എന്ന് മാത്രം നിയത്ത് വെച്ചാൽ മതിയാകും. ഇനി മറ്റേത് വെച്ചാൽ കുഴപ്പമുണ്ട് എന്നില്ല, പക്ഷെ ഇത്രയും വച്ചാൽ മതിയാവും. ഇനി നിയ്യത്തിന്റെയും തക്ബീറത്തുൽ ഇഹ്റാമിന്റെയും ഇടയിൽ നമസ്കാരത്തെ ഫസാദാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. നിയ്യത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? നമസ്കരിക്കുക. അതിനിടയ്ക്ക് നമസ്കാരത്തെ ഫസാദാക്കുന്നതാണ് എന്ത്? ഭക്ഷണം കഴിക്കുക, വർത്താനം പറയുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നിയ്യത്തിന്റെയും തക്ബീറത്തുൽ ഇഹ്റാമിന്റെയും ഇടയ്ക്കൊന്നും ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പാഠഭാഗത്തിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകൾ പരിചയപ്പെടാം. എന്താണ് നമസ്കാരം എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു തക്ബീർ കൊണ്ട് തുടങ്ങുകയും സലാം കൊണ്ട് അവസാനിക്കുകയും ചെയ്യുന്ന ചില പ്രത്യേക വാക്കുകളും പ്രവൃത്തികളുമാണ് നമസ്കാരം എന്ന് പറയുന്നത്. ആർക്കാണ് നമസ്കാരം നിർബന്ധമാകുന്നത്? പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ശുദ്ധിയുമുള്ള എല്ലാവർക്കും നമസ്കാരം നിർബന്ധമാണ്. ഇനി എത്ര വയസ്സ് മുതലാണ് കുട്ടികളോട് നമസ്കരിക്കാൻ കൽപ്പിക്കേണ്ടത്? എത്ര വയസ്സ് മുതലാണ് അടിക്കേണ്ടത്? 7 വയസ്സ് മുതലാണ് കുട്ടികളോട് നമസ്കരിക്കാൻ കൽപ്പിക്കേണ്ടത്. 10 വയസ്സായിട്ട് നമസ്കരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം? കുട്ടികളെ അടിക്കണം. അടുത്ത ചോദ്യം വരുന്നത് സ്ത്രീയുടെയും പുരുഷന്റെയും ഔറത്ത് ഏതാണ്? സ്ത്രീയുടെ ഔറത്ത് ഏതാണ്? പുരുഷന്റെ ഔറത്ത് ഏതാണ്? പൊക്കിളിന്റെയും മുട്ടിന്റെയും ഇടയിലുള്ള ഭാഗമാണ് പുരുഷന്റെ ഔറത്തായിട്ട് വരുന്നത്. സ്ത്രീയുടെ മുഖവും മുൻകൈയും മുൻപാദങ്ങളും വെച്ച് ശരീരം മുഴുവനും എന്താണ്? സ്ത്രീയുടെ ഔറത്താണ്. നമസ്കാരത്തിന്റെ ഷർത്തുകൾ ഏതെല്ലാം നമ്മൾ പറഞ്ഞു. നമസ്കാരത്തിന്റെ ഷർത്തുകൾ 6 ആ 6 ഇവിടെ എഴുതി കൊടുക്കുക. ഇനി അടുത്തത് നെയ്യത്തിന്റെ രൂപം എങ്ങനെയാണ്? നെയ്യത്ത് ഫർദ് നമസ്കാരങ്ങൾക്കുള്ള നെയ്യത്ത്, വാജിബ് നമസ്കാരങ്ങൾക്കുള്ള നെയ്യത്ത്, സുന്നത്ത് നമസ്കാരങ്ങൾക്കുള്ള നെയ്യത്ത്. നമ്മൾ ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. ഏത് നമസ്കാരമാണെന്ന് നിയ്യത്ത് വെക്കുക. ഫർദാണോ സുന്നത്താണോ എന്ന് ഫർദാണോ വാജിബാണോ എന്ന് നമ്മൾ പ്രത്യേകം നിയ്യത്ത് വെക്കേണ്ടത്. സുന്നത്ത് നമസ്കാരമാണെങ്കിൽ നമസ്കരിക്കുന്നു എന്ന് മാത്രം നിയ്യത്ത് വെച്ചാൽ മതിയായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമസ്കരിക്കുന്നതിന് മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. എന്നാലാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? നമസ്കാരം ശരിയാവുകയുള്ളൂ. നമ്മുടെ നമസ്കാരങ്ങളെല്ലാം കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നാളെ സ്വർഗ്ഗലോകത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.